നോക്കി വന്നൂടെ? ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടല്ലോ. അവനാണ് റോങ് സൈഡിൽ കയറിയത്. മേഡം ശരിക്കും വന്നത് നീ റോങ് സൈഡിൽ നിങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യല്ല. ഞാൻ നോക്കിക്കോളന്നേ. എടാ പെങ്ങളെ കൊണ്ട് പോകുമ്പോ സൂക്ഷിച്ച് പോണെന്ന് അറിയില്ല. ആര് പറഞ്ഞു ഇതെന്റെ ലവറാ? ഇതിന്റെ ലവറാണോ? എന്ത് വൃത്തിയുടെ ടേസ്റ്റ് ആണ് നിനക്ക്? ഞാൻ നോക്കിക്കോളാം. നിൽക്കുമ്പോൾ ചേട്ടനില്ല നിനക്ക്. വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ തലയിട. ഈ ഏരിയയിലെ ഗൂർക്കൊക്കെ നമ്മുടെ പിള്ളേരെ ഞാൻ നോക്കിക്കോളാം. എടാ ആർസി ബുക്ക് ഉണ്ടോ? ഉണ്ട്. ലൈസൻസ് ഉണ്ട്. റേഷൻ കാർഡോ? എന്തിനാ? ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇവളെ ലിങ്ക് ചെയ്യാൻ നിനക്കറിയാം. ഇത്രയും പറയരുത്, ഇടിച്ച് പല്ലളക്കും ഞാൻ. നീ നിൽക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് പറഞ്ഞില്ലേ ഹെൽമെറ്റ് ഉണ്ടോ? ഉണ്ടല്ലോ. നിനക്കല്ല, വണ്ടിക്ക് ഹെൽമെറ്റ്. വീണ്ടും അനാവശ്യമായിട്ട് സംസാരിക്കുന്നു. സാർ നമ്പർ നോട്ട് ചെയ്യാം. സാറിന് 2 കൈയും ബിസിയാ. വേണ്ട, മേഡം നമ്പർ നോട്ട് ചെയ്യാം. എന്റെ നമ്പർ നോട്ട് ചെയ്യാൻ പറഞ്ഞേ. നോട്ട് ചെയ്തോ? അയ്യോ ശരി മേഡം, മേഡം വയ്ക്കോ, ഞാൻ നോക്കണം. മേഡം അടിപൊളിയാ. അല്ല, ഹാൻഡ് ബാഗിനെ പറ്റി പറഞ്ഞതാ. ഓ എന്തൊരു ചെരിയ. കൂടെ പോകുന്നുള്ള മോന്ത കണ്ട ഊമ്പിയ മോന്ത പോലെയുണ്ട്. ശരി പെങ്ങളെ. പോടാ, അവിടെ ഇങ്ങനെ മാറി കുടിക്ക. ബോസ് എന്താ ഇത്? ബിൽഡിങ്. ഇപ്പഴാ മനസ്സിലായത് നിന്റെ ഗതിയത് ഇങ്ങനെയായിരുന്നു. അതെനിക്ക് അറിയാൻ പാടില്ലടാ. ബോർഡിൽ എന്താ എഴുതിയിരിക്കുന്നേ? അത് ലാംഗ്വേജ് പഠിക്കുന്ന സ്ഥലാ. ലാംഗ്വേജ് പഠിക്കുന്ന സ്ഥലോ എന്ന് വെച്ചാ? ഒന്ന് പോടോ, പോ. ബോസ് ചോദിക്കുന്ന കേട്ടില്ലേ, ഒന്ന് പറയടോ. വേണ്ട, ചീത്ത വിളിക്കരുത്, നിർത്ത്. ഞാൻ അത്ര ഡീസന്റ് ആയിട്ട് സംസാരിക്കുന്നത്. നിങ്ങൾ എന്തിനാ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നേ? ഞാൻ 10ാം ക്ലാസ് 3 തവണ തോറ്റതാ. എനിക്ക് ഇവിടെ ചേർന്നേ പറ്റൂ. അതിനെന്ത് ചെയ്യാം പറ? എടോ, കാശുണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും ചേരാം. നീയും ചായ കുടിക്കില്ല. ചായ കുടിക്കാൻ വന്നവനെയും പിടിച്ച് തള്ളിട്ടോ. എന്താ പ്രശ്നം നിനക്ക്? ചൂടോടത്ത് മോന്ത വീടോ? ഞാൻ എഞ്ചിനീയറിംഗ് ചായ കട നടത്തുന്നത്. പുതിയതായിട്ട് ചേർന്ന് നിങ്ങളല്ലേ? അതെ സാറേ. രാം കിൽഡ് രാവൺ, ചേഞ്ച് ദ വോയിസ്. സാർ, രാമ കിൽഡ് രാവണ, ചേഞ്ച് ദ വോയിസ് അല്ലേ സാറേ? അറിയോ? രാമ കിൽഡ് രാവണ. കറക്റ്റ് അല്ലേ സാറേ? ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറഞ്ഞപ്പോ നിങ്ങൾ മിമിക്രി കാണിക്കാനല്ലേ? തന്നോട് ആരാ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ക്ലാസ് ചേരാൻ പറഞ്ഞത്? ഞങ്ങളും 5000 അഡ്വാൻസ് കൊടുത്തിട്ട് വന്നത്. അതൊക്കെ മനസ്സിലായി. താൻ പുറകെ പോയിരി. അങ്ങോട്ട് നോക്കി എഴുതടാ. പോത്തെ. ഇല്ലില്ല, ചുമ്മാ വെറുതെ. എന്റെ പൊന്നു സുഹൃത്ത്, അങ്ങോട്ട് നോക്കി എഴുത. ബോസ് എന്താ ഇത്? സാറ് പുറകെ പോയിരിക്കാൻ പറഞ്ഞിട്ട് എന്താ ഇവിടെ ഇരിക്കുന്നത്? പുറകെ പോയിരിക്കാൻ പറഞ്ഞില്ല എന്റെ സാറ്. പുള്ളി ഇപ്പൊ മെഡിക്കൽ കോളേജിന്റെ 301 വാർഡിൽ മുമ്പിൽ പോയി കിടപ്പുണ്ട്. അതിനടുത്തൊരു ബെഡ് കാലിയെ പോകുന്നോ? എന്ന് നമുക്ക് ഫ്രണ്ട്സ് ആവാലോ. ഇതാ പിടിച്ചോ. എന്ത് ബോസ്? നിനക്കൊന്നും 5 പേരിലൊന്നും വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പോടാ. യെല്ലോ കളർ ഡ്രസ് ഓക്കെ ആണെങ്കിൽ ഓടിച്ചോടിയേക്കാം. ഇന്ന് കൈ കഴുകാനും പാടില്ല. ഒരു മൈൻഡില്ലല്ലോ. ഇങ്ങനെയായിരുന്നു ബോസ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണും, ചിരിക്കും, സംസാരിക്കും. എന്റെ ജോലിയൊക്കെ വിട്ട് അവളുടെ പുറകെ നടക്കലായിരുന്നു എന്റെ പണി. പെട്ടെന്നൊരു 4 ദിവസം അവള് ക്ലാസ്സിൽ വന്നില്ല. എന്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. അവക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിച്ചപ്പോ, ആ പെണ്ണ് നിങ്ങൾ സിൻസിയറായിട്ട് പ്രേമിക്കോ ബോസ്? എന്റെ ഗജേട്ടനെ കാണാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. ചേട്ടൻ വന്നില്ലെങ്കിൽ എന്നെ വല്ല ദുബായിക്കാരനും കെട്ടിച്ചു കൊടുക്കുമെന്നും പറഞ്ഞ് കരഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റില്ല ബോസ്. ഗജാന്ന എന്റെ പേര് പറഞ്ഞോ? ഈ ലെഗ് പീസ് കൊണ്ട് കയറ്റി. ഞങ്ങൾ കള്ളം പറയോ ചേട്ടാ? ഒരു ബ്ലാക്ക് പെപ്പർ ചിക്കൻ കിട്ടിയ ചാൻസ് ഞാൻ വിളിക്കാന്ന് വിചാരിച്ചാ ബോസ്. പക്ഷെ കണ്ടില്ലേ, എന്റെ ഫോൺ ആകെ പോയി, ചാർജ് നിക്കുന്നില്ലെന്നേ. ഇടയ്ക്കിടയ്ക്ക് ഹാങ് ആവുന്നു. വലിച്ചെറിയാൻ തോന്നുവോ ബോസ്? വലിച്ചെറിഞ്ഞേക്ക്. ഇതാ ബോസേ, പുതിയ ഫോൺ വാങ്ങിച്ചു. ഓക്കെ താങ്ക്സ് ബോസ്. നിങ്ങൾ പറഞ്ഞെല്ലാം ട്രൂത്ത് അല്ലേ? സത്യമല്ലേ? ഇംഗ്ലീഷ് അറിയില്ലേ? ഒരു കാര്യമുണ്ട് ബോസ്. ബോസ് അല്ലെങ്കിൽ ആ പെണ്ണ് തീർച്ചയായിട്ടും ചത്തുകളയും. അവളല്ലെങ്കിൽ ഞാൻ ചത്തുകളയും ബോസ്. നാളെ തന്നെ പോവും. പെണ്ണ് ചോദിക്കും ആരെന്ത് ചെയ്യുന്നു ഞാനൊന്ന് നോക്കട്ടെ. അവളുടെ തന്ത ഈ വഴി വരുന്നേ. ഇപ്പൊ തന്നെ കറക്റ്റ് ചെയ്തേക്കാം. കത്തിക്കേ. എന്തിനാ സാറിന്റെ മരുമോനവൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ഈ മരമണ്ടന് മനസ്സിലായില്ലെന്നാ തോന്നുന്നേ. സാറിന്റെ മുകളിൽ എനിക്കൊരു കണ്ണ്. ഇടി ഫാമിലിയാണെന്നാ തോന്നുന്നേ. ആരും കണ്ടില്ല, നന്നായി. സത്യാണോ പറയുന്ന ബോസേ? അതെ എളിയ, കസിനായിട്ട് ഞാനിത് അറിയാതെ പോയല്ലോ. ഇപ്പോഴും അവളെ ഒരു സായപ്പിന് മാത്രമേ കെട്ടിച്ചു കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ് മുറിക്കകത്ത് അടച്ചിട്ട് ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക സാറേ. എന്റെ നെഞ്ച് പൊട്ടിപ്പോവാ. അവളെ എങ്ങനെയെങ്കിലും എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാം. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യുമല്ലേ? എന്ത് ചോദിച്ചാലും ചെയ്യാം. അത് പിന്നെ ബോസേ, കീർത്തിയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരു ബിസിനസിന് വേണ്ടി 10 ലക്ഷം രൂപ മേടിച്ചിരുന്നു. അത് ഇതുവരെ തിരിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് ഇപ്പൊ എങ്ങനെ അവളുടെ വീട്ടിലേക്ക് പോകുമെന്ന് അറിയാതെ ആലോചിച്ചോണ്ടിരിക്കുക. ബോസ്, പണം എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി. ആദ്യം നിങ്ങളുടെ സിസ്റ്ററിന് എന്ത് പറ്റി നോക്കാം. അക്കൗണ്ട് നമ്പർ തന്നാൽ മതി, അടുത്ത സെക്കൻഡ് എന്ത് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം. അക്കൗണ്ട് നമ്പർ അല്ലേ? ദാ ഇപ്പൊ തരാം. അത് സാർ, നിങ്ങളിപ്പോ ഭയങ്കര ഫിറ്റിലാണ്. നാളെ രാവിലെ എല്ലാം തെളിഞ്ഞ ഇതേപോലെ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലവ് മാറ്റർ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞുതരാം. ബോധമുള്ളത് എനിക്ക് ബോധമില്ലാത്ത അടിച്ച് കഴിഞ്ഞാൽ നല്ല മറക്കല്ലേ? അളിയ, ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തോളാട്ടോ. എടാ, ഞാൻ അവനോട് സംസാരിച്ചോണ്ടിരിക്കല്ലായിരുന്നു. അവനെ എളുപ്പത്തിൽ ചാക്കിട്ടായിരുന്നില്ല. അവന് ബോധമില്ലാത്ത സമയത്താണോ? പോടാ. അതിരിക്കട്ടെ, നിനക്ക് എങ്ങനെ വളരെ അറിയാം? അന്ന് തുണിക്കടയിൽ ഞാനൊരു അടിപൊളി പെണ്ണിനെ കണ്ടെന്ന് പറഞ്ഞില്ലേ? തുണിക്കടയിലോ? ആ, സർ, എന്താ? നിങ്ങൾ എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത്? 2000. ഞാൻ 3000 പർച്ചേസ് ചെയ്ത്. ഓ, ഓക്കെ. 5000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത 1000 രൂപ ഡിസ്കൗണ്ട് അത്ര. ഒരുമിച്ച് ബില്ലിട്ട് 500 നമുക്ക് ഷെയർ ചെയ്താലോ? അതിനെന്താ, ചെയ്യാലോ. ചെയ്യാലോ. എന്നാ സർ, ഞങ്ങൾ രണ്ടുപേർക്ക് ഒരുമിച്ച് ബില്ലിട്ടാ മതി. വേറെ വേറെ ആണല്ലോ ഇവര് വന്നത്. ഇപ്പൊ ഒന്നിച്ച് ബില്ലിടാൻ പറയുന്നു. എന്താ സാർ നോക്കുന്നത്? രണ്ടും ഒരുമിച്ച് ബില്ലിട്ട് ഡിസ്കൗണ്ട് അതെ, അതെ. തന്നെ. ഇവനെന്റെ കൊച്ചച്ഛന്റെ മോനാ. കൊച്ചച്ഛന്റെ മോനോ? ഒന്ന് വീഴിക്കണം. കൊച്ചച്ഛന്റെ മകനോ? ഡാ, വെറുതെ കടന്ന് കിണിക്കരുത്, ദേഷ്യം വരും പറഞ്ഞേക്കാം. എടാ അളിയാ, അവളൊരു അടിപൊളി പെണ്ണ അറിയോ? എങ്ങനെ അവളെ ഒന്നുകൂടെ കാണാൻ ഒരുപാട് ശ്രമിച്ചാടാ, പക്ഷെ പറ്റിയില്ലടാ. എന്റെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞല്ലേ, അതുകൊണ്ടാ ആ ഫീലിങ്സ് അങ്ങ് വേണ്ടെന്ന് വെച്ചത്. അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചല്ലേ? ഒന്ന് വച്ചോണ്ടല്ലോ, നിന്റെ പെണ്ണിനോട് വിളിച്ച് പറയടാ. അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലടാ, പ്രശ്നമാവും. ശരി പാപ്പോ. അവള് അത്ര ഭംഗിയായിരുന്നു, അടിപൊളിയായിരുന്നു. രാവിലെ തൊട്ട് ഫോൺ റിംഗ് ആവുക. എത്ര നേരം ഇവിടെ കിടന്നുറങ്ങുക? എഴുന്നേറ്റ് പോയി അത് ആരാ നോക്ക്. പറയടാ. ഡാ, അവൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തടാ. ആരാടാ? അവൻ തന്നെ ഇന്നലെ ഭാര്യ വെച്ച് കണ്ടില്ലേ? അവനെ അഡ്വാൻസ് ആയിട്ട് അക്കൗണ്ടിൽ 2 ലക്ഷം ഇട്ടടാ. അവൻ നമ്മളോട് ചോദിച്ച പോലെ ഒരു ഒറ്റ ഹെൽപ്പ് അല്ലേ, അതങ്ങ് ചെയ്ത് കൊടുത്താലുണ്ടല്ലോ നമ്മുടെ പ്രശ്നം മുഴുവൻ സോൾവ് ആവും. ഞാൻ എല്ലാരോടും അന്വേഷിച്ചടാ. അവന്റെ ലവ് ഒക്കെ സീരിയസാ. അവൻ ആ പെണ്ണിന്റെ കൂടെ എടുത്ത സെൽഫി എന്നെ കാണിച്ചു. അവളെ കുറിച്ച് സംസാരിച്ചോണ്ടിരുന്ന പെട്ടെന്ന് കരയാൻ തുടങ്ങിയടാ. ഇവനെ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. മണ്ടനാ, കാറാന്ന് എടുത്തേക്കാം. ഇവന്റെ ഒക്കെ കയ്യിൽ പൂത്ത കാശും വെച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നടക്കുക. ഇപ്പൊ ഇവനെ കൈ കിട്ടിയത് നമ്മുടെ ഭാഗ്യടാടിയാ. അവനെ വിശ്വസിക്കാൻ പറ്റുമോ? അതൊക്കെ വിശ്വസിക്കാം. സത്യത്തിൽ അവൻ വലിയ ആള് തന്നെയാടാ. നമ്മുടെ ആവശ്യത്തിന് കാശ് കിട്ടിയാ പോരെ. നിനക്കെന്താ പ്രശ്നം? ഷോ, എന്നാലും എനിക്ക് അവൾ അവന്റെ കൂടെ ഓർക്കാൻ പോലും പറ്റുന്നില്ലടാ. ഡാ, വെറും 500 രൂപ ഡിസ്കൗണ്ട്. അതിനു വേണ്ടി അവൾ എന്നോട് വന്ന് മിണ്ടിയത്. ഇയാളുടെ കയ്യിൽ ഇത്രയും കാശുള്ളത് അറിഞ്ഞാൽ അവള് ചുമ്മാരിക്കും തോന്നുന്നുണ്ടോ? കാശ് മാത്രം മതിയടാ. കൈ നിറച്ച് കാശുണ്ടെന്ന് വെച്ചോ. ഇപ്പുറത്ത് തമന്ന, ഇപ്പുറത്ത് ഹൻസിക, അവളുമാരുടെ ഇടയ്ക്ക് നിന്ന് സെൽഫി പോലും എടുക്കാടാ. പല്ല് തേക്കുന്ന സമയത്ത് പഞ്ച് വേണം. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തോണ്ട് നീ പറയുന്നത് ഞാൻ കേൾക്കാം. പക്ഷെ ആദ്യം എനിക്ക് അവനെ ഒന്ന് കാണണം.